കഥാലോകത്തിലേക്ക് സ്വാഗതം. കഥകൾ എന്നത് വെറും വിനോദത്തിനു വേണ്ടിയോ മാനസികമായ കായിക അഭ്യാസത്തിനു വേണ്ടിയോ ഉള്ളതല്ല. മറിച്ച് അത് ജ്ഞാനാന്വേഷണവും മാനവികതയുടെ തുടർച്ചയായ ഒരു മൂല്യത്തിലേക്ക്, അല്ലെങ്കിൽ നിർബന്ധപൂർവം നാം പിന്തുടരേണ്ട ശീലങ്ങളിലേക്കുള്ള ഒരു യാത്രയുമാണത്. ജ്ഞാനാന്വേഷണം എന്ന് പറയുമ്പോൾ പുതുതായ അന്വേഷണങ്ങളിലേക്ക്, പുതുതായ ആകാംക്ഷകളിലേക്ക്, സാധ്യമായ പൂർണ്ണതകളിലേക്കൊക്കെ അവ നമ്മെ കൊണ്ടുചെന്നെത്തിക്കണം. ഓർഹൻ പാമുക്കിൻ്റെ ചുവന്ന മുടിയുള്ള സുന്ദരി വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പുതിയ വാക്കാണ് കിയാറോസ്കുറോ വിദ്യ എന്നത്. ഒരു വർണ്ണത്തിൻ്റെ നിറഭേദങ്ങൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു പുതിയ അറിവാണ്. ഇത്തരത്തിൽ കഥകൾ പലപ്പോഴും നമുക്ക് പുതിയ പുതിയ അറിവുകൾ സമ്മാനിക്കാറുണ്ട്. ശാസ്ത്രത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പോലെ ചേതോഹരമാണ് കഥകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകളും. നിരവധി ശാസ്ത്രലേഖനങ്ങളുടെയും ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളുടെയും കർത്താവായ ശ്രീ ഉണ്ണികൃഷ്ണൻ കളിയിക്കലിൻ്റെ കഥകളും ഇത്തരത്തിലുള്ള പുത്തൻ അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. മരച്ചക്ക്, മറവ് എന്നീ കൃതികളുടെ കർത്താവായ ശ്രീ ഉണ്ണികൃഷ്ണൻ കളിയിക്കൽ നിരവധി കഥകളിലൂടെ മലയാള സാഹിത്യ ലോകത്തും തൻ്റേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മോൺ പാർനസിലെ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന കഥയാണ് നാം ഇന്ന് കേൾക്കുന്നത്. നമുക്ക് ആ കഥയിലേക്ക് പോകാം. മോൺ പാർനസിലെ ഒറ്റത്തവണ തീർപ്പാക്കൽ. ബസിൻ്റെ നടുത്തളത്തിലേക്ക് 70 കിലോ ഭാരം വഹിക്കുന്ന വീൽ ചെയർ പ്രീതി അനായാസം ഉരുട്ടിക്കയറ്റി. പുറമാകെ പച്ച കുത്തിയ ഒരു പെൺകുട്ടി നിന്നുകൊണ്ട് ഓടിക്കുന്ന സ്കൂട്ടറിൽ തെരുവിലൂടെ നീങ്ങുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ക്ഷമയുടെ വേഗപ്പൂട്ടണിഞ്ഞ ബസിൻ്റെ സഞ്ചാരം. പിന്മാറി തുടങ്ങിയ വേനലിൻ്റെ 9 മണി വെയിലിന് തീരെ കരുത്തില്ല. തിരക്കേറിയ കാഴ്ചക്കാരെ പോലെ റോഡരികിലെ കെട്ടിടങ്ങൾ ദൂരെ നിന്നോടിയെത്തി പാളി നോക്കുന്നു. തിരിച്ചറിയാതെ ഞൊടിയിൽ പിന്നിലേക്ക് മാഞ്ഞു പോകുന്നു. കൊത്തിമിനുക്കിയ വാതിലുകളും ജനലുകളും ചിമ്മിനികളും ചരിഞ്ഞ മേൽക്കൂരയുമുള്ള ആ എടുപ്പുകളിൽ ചിലത് ജോണിന് അവൾ പരിചയപ്പെടുത്തി. 3ാമത്തെ സ്റ്റോപ്പിലിറങ്ങി തൊട്ടടുത്ത് തെരുവിലേക്ക് തുറന്നുവെച്ച ലാ ഫ്രഞ്ച് ഗിൻഗറ്റ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് അവർ എത്തി. ഫുട്പാത്തിലേക്ക് ഇറക്കിയിട്ട മേശയ്ക്കടുത്ത് റോഡിലേക്ക് നോക്കി കഷ്ടിച്ച് 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ക്രോസൻറ്റും 2 കപ്പുകളിൽ പത നിറഞ്ഞ മക്കിയാറ്റോയും അവർക്ക് മുന്നിൽ നിരന്നു. തിരക്ക് വൈകുന്നേരമാണ്. ഒഴിഞ്ഞുകിടന്ന കസേരകൾ നോക്കി പ്രീതി പറഞ്ഞു. മുൻപിലുള്ള ജംഗ്ഷൻ കടന്ന് മറ്റൊരു ഫുട്പാത്തിലൂടെയാണ് അവർ ഇപ്പോൾ നീങ്ങുന്നത്. വാഹനങ്ങളുടെയും വഴിയാത്രക്കാരുടെയും ആർഭാടങ്ങൾ കുറഞ്ഞ ആ തെരുവിൻ്റെ ഉടലിന് അരിച്ചു കയറുന്ന തണുപ്പാണ്. പ്രീതി അണയ്ക്കുന്നുണ്ട്. എന്നിട്ടും റോഡ് മുറിച്ച് കടന്ന് വലിയ മതിൽക്കെട്ട് ചുറ്റി പച്ച നിറമടിച്ച ഗേറ്റിന് മുൻപിൽ എത്തിയാണ് അവൾ ഒന്ന് നിന്നത്. അവിടെ കണ്ട ഗാർഡിനോട് എന്തോ ചോദിച്ചുറപ്പുവരുത്തി ഉള്ളിലേക്ക് കടന്നു. വിശാലമായ ആ കോമ്പൗണ്ടിലെ നടപ്പാതയ്ക്കിരുവശവും ഏതാണ്ട് ഒരേ പൊക്കമുള്ള മരങ്ങൾ. അനക്കമില്ലാത്ത അവയുടെ ഇലകളും ശാഖകളും എല്ലാം പറഞ്ഞു തീർന്നതുപോലെ. അവിടുത്തെ ഏകസഞ്ചാരി വിജനതയെന്ന് തോന്നി. ഇതെവിടെയാണ്? വെട്ടിയൊതുക്കിയ കുറ്റിച്ചെടികൾക്കിടയിലെ ഫലകങ്ങൾ കണ്ണിൽ പതിഞ്ഞപ്പോൾ അതിലൊന്നിലെ വലിയ അക്ഷരങ്ങൾ ജോൺ വായിച്ചെടുത്തു. ഇമ്മാനുവൽ ഫാമിലി, ഫ്രാൻസിസ് ഇമ്മാനുവൽ, 1807-1872. താഴെ മറഞ്ഞുപോയവരുടെ പേരും ജീവിതഘട്ടവും എഴുതിയിരിക്കുന്നു. ഏറ്റവും താഴെ ചേർത്തിരിക്കുന്നത് ജസീന റോസ് 2007-2023 എന്നാണ്. ഫ്രാൻസിസ് ഇമ്മാനുവൽ എന്ന് തുടങ്ങുന്ന തായ്വേരിൻ്റെ തുമ്പത്തെ തളിരിലയായി വെറും 16 വയസ്സുള്ള ജസീന റോസ്. വാർദ്ധക്യം നന്നായി ബാധിച്ചെങ്കിലും അതിന് കീഴ്പ്പെടാത്ത ചുറുചുറുക്കോടെ 2 പേർ ഗേറ്റ് കടന്ന് റോസാപ്പൂക്കളുമായി ഉള്ളിലേക്ക് പോയി. ഇവിടെ എന്തിന്? ജോൺ ചോദിക്കുന്നതിന് മുൻപേ അവൾ പറഞ്ഞു. ഇതാണ് മോൺ പാർനസ് സെമിത്തേരി. അല്പം മാറിയുള്ള മരച്ചുവട്ടിലേക്കാണ് അവൾ വീൽ ചെയർ ഉരുട്ടിയത്. ജോൺ പതുക്കെ എഴുന്നേറ്റ് പച്ച നിറമുള്ള ചാരുബെഞ്ചിൽ പോയിരുന്നു. ഇലകൾ വീണ് കാടിൻ്റെ ഛായ പേറുന്ന അസാധാരണമായ ഒരു ജലാശയം പോലെയായിരുന്നു അവിടം. വിശാലമായ കോമ്പൗണ്ടിലെമ്പാടും പല കാലങ്ങളുടെ ശീതീകരിക്കപ്പെട്ട നടുമുറികളായി ചെറുതും വലുതുമായ ശവകുടീരങ്ങൾ. അവയിൽ ചിലത് ജീവിതത്തോട് വിലപേശി വാങ്ങിയ ആർഭാടത്തിൻ്റെ ഭാരം താങ്ങുന്നു. ചിലത് ഒരു മനുഷ്യന് നിന്നു തിരിയാവുന്ന അടച്ചുറപ്പോടെയും. ഇവയ്ക്കിടയിൽ അപൂർവം ചില ഫലകങ്ങൾ മറഞ്ഞു നിൽപ്പുണ്ട്. വിശാലമായ ആ തുറസിലേക്ക് നോക്കി രഹസ്യം പോലെ അവൾ തുടർന്നു. കുത്തഴിഞ്ഞ പുസ്തകങ്ങളുടെ അലമാരയാണ് ഓരോ ശവകുടീരവും.
എന്തിനാണ് ജോണിനെയും കൂട്ടി മോൺപാർനസിലെ ഈ സെമിത്തേരിയിലേക്ക് എത്തിയത്? പ്രീതി ഓർത്തു നോക്കി. കനത്ത ഒരു മഴക്കാലത്ത് കുതിർന്ന് ഏതാണ്ടില്ലാതാകുമെന്ന് കരുതി ജോൺ പുതച്ച് മൂടിക്കിടക്കുമ്പോഴാണ് പതിവില്ലാത്ത നേരത്ത് ഹനമോളുടെ വീഡിയോ കോൾ വന്നത്. അവൾക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം: അപ്പ ഇങ്ങോട്ട് വരണം, കുറച്ച് ദിവസത്തേക്കെങ്കിലും. ഓരോ തവണ വിളിച്ചപ്പോഴും അവൾ ഇത് തന്നെ പറഞ്ഞു. ലേ ഓവർ ഉൾപ്പെടെ 19 മണിക്കൂറോളം യാത്ര ചെയ്ത് അവസാനം ഹനമോളുടെ 8ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ അയാളുടെ നീരുവെച്ച കാൽപാദങ്ങൾ ഭാരക്കട്ടകളായി മാറിയിരുന്നു. അന്ന് അത്താഴത്തിന് ശേഷം തൊട്ടടുത്ത മുറിയിലേക്ക് നയിച്ചുകൊണ്ട് ഹനമോൾ പറഞ്ഞു: മമ്മ ഇവിടെയാണ് കിടക്കാറ്. മറ്റേ കട്ടിൽ അപ്പയ്ക്ക് ഉപയോഗിക്കാം. തൊട്ടടുത്തതാണ് എൻ്റെ വർക്ക് റൂം. അകത്തിയിട്ട 2 കട്ടിലുകളുള്ള ചെറിയൊരു മുറി. അയാൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു വീൽ ചെയർ മൂലയ്ക്ക് മടക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണത്തോടെയാണ് കിടക്കയിലേക്ക് ചരിഞ്ഞത്. അല്പം കഴിഞ്ഞപ്പോൾ വെള്ളം നിറച്ച കുപ്പിയുമായി പ്രീതി മുറിയിലേക്കെത്തി. തൊട്ടടുത്ത മുറിയിൽ ഹനമോൾ മീറ്റിംഗിലായതിനാൽ പ്രീതി വാതിൽ ചാരി. മങ്ങിയ വെളിച്ചം. കട്ടിലുകൾക്കിടയിലെ വീതി കഷ്ടിച്ചൊരു മീറ്റർ മാത്രം. ക്ഷീണത്തിൻ്റെ വലിയ പാറക്കല്ലുകൾ വീണ് കൺപോളകൾ അടഞ്ഞു പോയിട്ടും ഉറക്കത്തിലേക്ക് താണുപോകാതെ ആരോ അയാളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. പ്രീതി പലതവണ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നതും വാഷ്റൂമിലേക്ക് പോകുന്നതും അയാൾ കണ്ടു. അടഞ്ഞുകിടന്ന മുനിസിപ്പൽ ലൈബ്രറിയുടെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രീതി നിന്നു തിരിഞ്ഞപ്പോഴാണ് അവിടെ പായല് പിടിച്ച സിമൻറ്റ് ബെഞ്ചിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് വന്നത്. ഇന്നിനി തുറക്കുമോ? റിട്ടേൺ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റാ. ഉത്തരം പറഞ്ഞില്ലെങ്കിലും അവളുടെ കയ്യിലിരുന്ന പുസ്തകം ഒറ്റ നോട്ടത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു. ബുൾ ഡേ സീഫ്. പിന്നീട് പലതവണ ആ സിമൻറ്റ് ബെഞ്ചിൽ ലൈബ്രറിയനെ കാത്ത് ഒറ്റയ്ക്കും ഒന്നിച്ചും അവർ ഇരുന്നു. മടുത്തപ്പോൾ ഒരുമിച്ച് നടന്നു തുടങ്ങി. കെട്ടുപാടുകളില്ലാത്ത ഉണ്ടുറങ്ങലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ വീണ്ടും വൈകി. കഷ്ടപ്പാടും കയ്പുവെള്ളവും തിന്നും കുടിച്ചും ജീവിച്ച അക്കാലത്തൊരിക്കൽ പ്രീതി ജോണിനോട് പറഞ്ഞു: അന്നൊക്കെ വായിച്ചു തള്ളിയ പലതും എങ്ങും പതിഞ്ഞില്ല. പക്ഷേ ആ കഥ, ബുൾ ഡേ സീഫ്, ഒറ്റ വായനയിൽ തന്നെ ഉള്ളിൽ കയറി. എലിസബത്ത് റൂസറ്റ് ഒരിക്കലും വിട്ടുപോയില്ല. പിറ്റേന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ജോണിൻ്റെ ബാഗിൽ ആ പുസ്തകവും ഉണ്ടായിരുന്നു. അത് നന്നായി പൊലിച്ചു. എവിടെ നോക്കിയാലും പുസ്തകങ്ങളെന്നായി. ഒരിക്കൽ അത്താഴത്തിന് ശേഷം എഴുതിത്തീർന്ന ചില കടലാസുകൾ അവൾ ജോണിന് നേരെ നീട്ടി. തികച്ചും അപ്രതീക്ഷിതമായി കയ്യിലെത്തിയ പേജുകൾ അയാൾ മറിച്ചു നോക്കി. ഒന്നിച്ചു ജീവിക്കുന്ന 2 വായനക്കാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ജോൺ തങ്ങളിലൊരാൾ എഴുതിയ കഥ അമ്പരപ്പോടെ വായിച്ചു തീർത്തു. അതോടെ കൂടുതൽ ശ്രദ്ധാലുവായ വായനക്കാരനാവാൻ അയാൾ തീരുമാനമെടുത്തു. താൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നതാവണം പ്രീതിയുടെ എഴുത്തിൻ്റെ രുചി. എഴുത്തുകാരിയായ പങ്കാളിയെക്കുറിച്ചുള്ള വായനക്കാരനായ ജോണിൻ്റെ അനുമാനം അതായിരുന്നു. എന്തും എഴുതി തീർന്നാലുടൻ അയാളാണ് ആദ്യം വായിച്ചു കേട്ടിരുന്നത്. എഴുതിയത് ലഹരിക്കടിപ്പെട്ട പോലെ പ്രീതി വായിച്ചു കേൾപ്പിക്കുമ്പോൾ പലപ്പോഴും അയാൾക്ക് ശ്വാസം മുട്ടി. ഇത്രത്തോളം എന്തിനാണ് നീ സ്വയം ക്ഷീണിപ്പിക്കുന്നത്? വായിച്ചു കേൾക്കുന്നതിനിടയ്ക്ക് അയാൾ ചോദിക്കും. ഉത്തരം കിട്ടാഞ്ഞപ്പോൾ അവൾ എഴുതി തീർന്നതിലേക്ക് മറ്റൊരു നിലയിലാണ് അയാൾ നുഴഞ്ഞു കയറിയത്. വായിച്ചു കേൾക്കുന്നത് വേറൊരു മട്ടിലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അയാൾ പറയാൻ തുടങ്ങി. ഒരിക്കൽ അയാളോട് വഴക്കിട്ട്, നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ബാധ്യതയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാടക വീട്ടിലെ ഏറ്റവും വിജനമായ ഒരു മൂലയിലേക്ക് അവളും എഴുത്തും താമസം മാറി. അല്ലെങ്കിലും വായനയുടെ കരയിൽ നിന്ന് എത്ര കടൽ താണ്ടിയാലാണ് എഴുത്തിൻ്റെ നിഗൂഢമായ ദ്വീപ് കാണാനാവുക? ദൂരമറിയാതെ എഴുത്തു ദ്വീപിലേക്കുള്ള ജോണിൻ്റെ കപ്പലോട്ടങ്ങളൊക്കെ പാഴായിപ്പോയി. അന്നും അനിഷ്ടത്തോടെയാണെങ്കിലും അച്ചടിക്കുന്നതിന് മുൻപ് അവൾ ജോണിന് കഥ വായിക്കാൻ കൊടുത്തു. ഒരു സെക്സ് വർക്കറുടെ ആത്മകഥം. കടുത്ത പരീക്ഷണങ്ങളുടെ കുപ്പിക്കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയായിരുന്നു അവളത് എഴുതി തീർത്തത്. പാതി വായിച്ചപ്പോഴേ ജോണിൻ്റെ സ്വസ്ഥത കെട്ടു. ആദ്യ വായനക്കാരൻ്റെ അധികാരത്തോടെ ചിലതൊക്കെ ചീന്തിക്കളയാൻ ജോൺ ബലം പ്രയോഗിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. എഴുതുന്നതൊക്കെ എഴുത്തുകാരിയുടെ തലയിൽ കെട്ടിവെക്കും എന്ന മുന്നറിയിപ്പിലും അവൾ കൂടുതൽ ക്ഷോഭിച്ചതേയുള്ളൂ. ആ കഥ അതേപടി ഒരിടത്തരം വാരികയിൽ അച്ചടിച്ചു വന്നു. ഒരൊറ്റ ദിവസമേ വേണ്ടി വന്നുള്ളൂ. കഥ ഊതിവിട്ട ചുഴലി അവളെ കോരിയെടുത്ത് വട്ടം ചുറ്റി മേലേക്ക് വീശിയെറിഞ്ഞു. പൊടിയടങ്ങിയപ്പോൾ പരിക്കുകളേൽക്കാതെ ദൂരെ ഉയരത്തിലായിരുന്നു അവൾ. അതോടെ അയാൾ കളിയിൽ തോറ്റ വെറും കാഴ്ചക്കാരനായി. കഥ ഉയർത്തിയ ഭൂകമ്പങ്ങളൊന്നും അവളെ ബാധിച്ചില്ല. അതിലും എത്രയോ വലിയ ഉരുൾപൊട്ടലുകളാണ് ഓരോ കഥയ്ക്ക് മുൻപും ഉള്ളിൽ സംഭവിക്കുന്നത്.
ആത്മഗതം എന്ന പേരിൽ ആ കഥ സിനിമയാക്കാനുള്ള ആദ്യ ചർച്ചകൾ തുടങ്ങിയത് അക്കാലത്താണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഡോക്യുമെൻ്ററികളിലൂടെ അറിയപ്പെട്ടു തുടങ്ങിയ യോഹന്നാൻ മാത്യു കഥ വായിച്ച് പ്രീതിയെ അന്വേഷിച്ചെത്തുകയായിരുന്നു. ഒടുവിൽ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും പലപ്പോഴും അത് തടസ്സപ്പെട്ടു. വീണ്ടും നിന്നും നിരങ്ങിയും സഹികെട്ടപ്പോൾ ജോൺ പറഞ്ഞു, "സിനിമ മതിയാക്ക്." അത് കേട്ടതും പ്രീതി ദേഷ്യപ്പെട്ടു. യോഹന്നാനെ വഴിയാധാരമാക്കാൻ വയ്യ. പ്രദർശന വിജയം നേടിയില്ലെങ്കിലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. യോഹന്നാൻ പ്രീതി കൂട്ടുകെട്ട് എന്ന സിനിമാ വാമൊഴി സാവധാനം വലിയ ചർച്ചയായി. ഒരിക്കൽ ഹനമോൾക്ക് അത്താഴം വാരിക്കൊടുത്തുകൊണ്ട് സ്വയം നിർമ്മിച്ച വിചിത്ര ലോകത്തിലൂടെ പ്രീതി ഉഴറി നടക്കുകയായിരുന്നു. തൊട്ടടുത്തിരുന്ന് ഭക്ഷിച്ച ജോണിനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. ആഴ്ചതോറുമുള്ള ഏതൊരു അവധി വരവിനും എന്ന പോലെ അന്നും അയാൾ നിശബ്ദം ഭക്ഷണം വിഴുങ്ങി എഴുന്നേൽക്കേണ്ടതായിരുന്നു. ഹനമോളെ ഉറക്കിയ ശേഷം ജോണിൻ്റെ മുറിയിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് തൊട്ടടുത്ത എഴുത്തുമുറിയിലേക്ക് അവൾ പോകേണ്ടതുമായിരുന്നു. പക്ഷേ അന്നത്തെ അത്താഴത്തിൻ്റെ രുചി മറ്റൊന്നായിരുന്നു. അവഗണിക്കപ്പെട്ടെന്നോ ആരുമല്ലാതാക്കപ്പെട്ടെന്നോ ഒരാൾക്ക് തോന്നിയാൽ ചിലപ്പോൾ അവർ മാരകമായി പൊട്ടിയൊലിക്കും. സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ അടർത്തിയെറിയുന്ന മലമുടിയായി തൊട്ടു മുൻപിലിരുന്ന മനുഷ്യൻ മാറിയെങ്കിലും ആ കുത്തൊഴുക്കിൽ പ്രീതി ഒലിച്ചുപോയില്ല. അയഞ്ഞ പങ്കാളിത്തത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജോൺ വീണ്ടും ഒച്ചയിട്ടു, "നമ്മളിപ്പോൾ പങ്കാളികളല്ല, പരസ്പരം തിരിച്ചറിയാത്ത വായനയും എഴുത്തും പോലെ വെറും രണ്ടുപേർ." അത് കേട്ടിട്ടും പതറാതിരുന്നപ്പോൾ തീറ്റപ്പാത്രം തള്ളി നീക്കി ജോൺ വെട്ടിത്തുറന്ന് ചോദിച്ചു, "ഇതങ്ങ് മതിയാക്കിയാലോ?" അവൾ വിയോജിക്കുമ്പോൾ അതിൽ പിടിച്ചു കയറി എല്ലാം സമവായം കൊണ്ട് ഭേദമാക്കാമെന്ന് ജോൺ കരുതി കാണാം. തന്നെ ബാധിക്കാത്ത എന്തോ ഒന്നിനെക്കുറിച്ച് ആരോ പറയുന്നത് പോലെ വെറുതെ കേട്ടിരുന്നതേയുള്ളൂ പ്രീതി. കണ്ണു തുറന്നുള്ള മയക്കത്തിൽ നിന്ന് ജോൺ ഉണർന്നു. ചാരുബെഞ്ചിൽ തന്നെ, തൊട്ടടുത്തു പ്രീതിയും. അയാളാണ് പതുക്കെ പറഞ്ഞു തുടങ്ങിയത്. ആ ഇറങ്ങിപ്പോക്കോടെ എല്ലാം മറ്റൊന്നായി മാറി. അവളത് പൂർത്തിയാക്കി. കൃത്യം പറഞ്ഞാൽ 24 വർഷവും 2 മാസവും. ഇതിനിടെ ഒരിക്കൽ പോലും നമ്മൾ കണ്ടില്ല. 10 കിലോമീറ്ററിനകത്ത് താമസിച്ചിട്ടും. അതെ, കടത്തിൽ മുങ്ങി നിന്നിട്ടും ഒരിക്കൽ പോലും നീ എന്നെ കാണാൻ വന്നില്ല. ഹനമോൾ മാത്രം മതി ജീവിക്കാൻ എന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. കുപ്പി തുറന്ന് ഒരു കവിൾ വെള്ളം കുടിച്ച ശേഷം പ്രീതി പറഞ്ഞു. ജോൺ കണ്ണടച്ചിരുന്നാണ് അതൊക്കെ കേട്ടത്. അടുത്ത സിനിമയും യോഹന്നാനുമായി ചേർന്നു ചെയ്യാൻ കരാറായെങ്കിലും കഥയെ തിരക്കഥയാക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. രാത്രി വൈകിയും നീണ്ടുപോകുന്ന ചർച്ചകൾ. എഴുതിയതിനെ അയാൾ രുചിച്ചു നോക്കി പൊലിപ്പിച്ചു. പക്ഷേ വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയ ആ സിനിമ വലിയ നഷ്ടത്തിലാണ് കലാശിച്ചത്. അതേക്കുറിച്ച് കേട്ടിരുന്നു. വീണ്ടും അവൾ പറഞ്ഞു തുടങ്ങി. അക്കാലങ്ങളിൽ കടുത്ത വിഷാദത്തിലേക്ക് വീണുപോകാതെ തടുത്തു നിർത്തിയത് യോഹന്നാനാണ്. എനിക്ക് അയാളെ വേണമായിരുന്നു. അതെന്നേക്കാളും നന്നായി അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു പണിയുമെടുക്കാതെ അയാൾ ഉണ്ടുറങ്ങി. സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഊരു ചുറ്റി. സഹികെടുമ്പോൾ അയാൾ ഉണ്ടാക്കി വെക്കുന്ന കടങ്ങളിൽ നിന്നും ഏടാകൂടങ്ങളിൽ നിന്നും ഒരുവിധം ഊരിയെടുത്ത് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങും. അവിടെയും 1 വർഷത്തിലധികം തുടരാൻ പറ്റാത്ത വിധം അയാൾ അലങ്കോലമാക്കും. 7 വർഷത്തോളം അത് നീണ്ടു. കുറേ നേരം കണ്ണടച്ചിരുന്നപ്പോൾ വീണ്ടും പറയാം എന്നവൾക്ക് തോന്നി. ഹനമോൾ ഹോസ്റ്റലിലായിരുന്നതിനാൽ അധികമൊന്നും അവൾ അറിയാതെ പോയി. ഒരിക്കൽ അവൾ അവധിക്ക് വന്നപ്പോൾ ആ തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും അയാളെ പറിച്ചെറിയാൻ. മോളെ ഒഴിച്ച് എൻ്റേതെല്ലാം കൊള്ളയടിച്ചാണ് അയാൾ ഒഴിഞ്ഞു പോകാം എന്ന് സമ്മതിച്ചത്. ആ വഴക്കിനിടയിൽ കണ്ണിൽ കണ്ട പുസ്തകങ്ങളെല്ലാം കൂട്ടിയിട്ട് അയാൾ തീവെച്ചു. ഒരു പുസ്തകം മാത്രം ഞാൻ ഒളിച്ചു വെച്ചിരുന്നത് അയാൾക്ക് കിട്ടിയില്ല. എല്ലാം കൈയടക്കിയിട്ടും തോറ്റവൻ്റെ വീറോടെയാണ് അയാൾ ഇറങ്ങിപ്പോയത്. പോകുന്നതിന് മുൻപ് എൻ്റെ മുഖത്തടിച്ച് ചെവിക്കുഴിയിലേക്ക് അലറി, "പിച്ചക്കാശും തന്ന് ഇറക്കി വിടുക അല്ലേ?" പ്രീതി കുപ്പി തുറന്ന് ഒരു കവിൾ വെള്ളം കൂടി കുടിച്ചു. പഴുത്ത ഒരു വാഴയില കീറുപോലെ ചൂടില്ലാത്ത വെയിൽ അവർക്കിടയിൽ വീണു. ബാഗ് തുറന്ന് ഒരു പുസ്തകം അവൾ കയ്യിലെടുത്തു. അത് കണ്ടയുടൻ ജോൺ പൂർണ്ണമായും ഉണർന്നു. പ്രീതിയുടെ കയ്യിലിരുന്ന തങ്ങളെ ബന്ധിച്ച ആ പുസ്തകം ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. ഈ പുസ്തകം മാത്രം ഞാൻ കൈവിട്ടില്ല. തണുത്ത ഒച്ചയിലുള്ള അയാളുടെ ചിരി വളരെ കാലത്തിനു ശേഷം വീണ്ടും കേട്ടു. ഞാനിപ്പോൾ വായിക്കാറില്ല. കണ്ണു പിണങ്ങി.
വായനയുടെ അനന്തമായ കാഴ്ച ജോണിനെ വിട്ടുപോയിരുന്നു. ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു, ഞാനിപ്പോൾ എഴുതാറുമില്ല. കൈവിട്ടുപോയ എഴുത്തിൻ്റെ അപരലോകത്തെക്കുറിച്ചോർത്ത് അവൾ കണ്ണടച്ചിരുന്നു. അതെന്തേ? അയാൾ ചോദിച്ചു. എവിടെയും കയറിച്ചെല്ലാനുള്ള കരുത്ത് വേണം എഴുതണമെങ്കിൽ. ഏതറ്റം വരെയും പോകണം എഴുതിയതിനെ സംരക്ഷിക്കാൻ. അതിനൊന്നും പറ്റാതായാൽ നിർത്തിയേക്കണം. കയ്യിലിരുന്ന പുസ്തകം തുറന്ന് പലതവണ വായിച്ച കഥ ജോണിന് കേൾക്കാൻ പാകത്തിൽ അവൾ സാവധാനം വായിച്ചു തുടങ്ങി. ക്രമേണ കഥയിലെ ഓരോ സംഭവവും തെളിഞ്ഞും മങ്ങിയും ചുറ്റും നിറഞ്ഞു. തൊഴിലിൻ്റെ ഭാഗമാണെങ്കിലും പ്രണയത്തോടെ മാത്രമേ എന്നും എലിസബത്ത് തൻ്റെ ഉടലിനെ അപരന് പങ്കുവച്ചിരുന്നുള്ളൂ. ശത്രുപക്ഷത്തെ പ്രഷ്യൻ ഉദ്യോഗസ്ഥനൊപ്പം ഉറങ്ങാൻ വിസമ്മതിച്ച ധീരയായ ആ പോരാളിക്ക് ഒടുവിൽ കൂടെയുള്ളവരെ രക്ഷിക്കാനായി വെറുക്കുന്നവന് തൻ്റെ ഉടൽ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഉള്ളിലെ കാരുണ്യവും സ്നേഹവും തന്നെയാണ് അവളെ തകർത്ത് കളഞ്ഞത്. അവൾ രക്ഷിച്ചെടുത്തവർ തന്നെ ഒറ്റ രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ അറപ്പോടെ അവളെ തള്ളിപ്പറഞ്ഞു. എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരാൾ ശ്വാസം വലിച്ചെടുക്കുന്ന ഒച്ച കേട്ടപ്പോൾ പ്രീതി വായന നിർത്തി. പെട്ടെന്ന് വിശപ്പും ഉറക്കക്ഷീണവും കൊണ്ട് തളർന്ന ഒരു നിഴൽ അവരെ കടന്നുപോയി. അതിനു പിന്നാലെ കല്ലറകൾക്കിടയിലെ ചാലിലൂടെ പ്രീതിയുടെ കൈപിടിച്ച് ജോൺ പിച്ച വെച്ചു. അടുത്തടുത്ത കല്ലറകൾക്കിടയിൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേയുള്ളൂ. മരണത്തെ പകുത്തുമാറ്റിയ ചാലിലൂടെയുള്ള ആ നടപ്പ് അല്പം നീണ്ടുപോയി. മഴ പൊടിക്കുന്നു, തണുത്ത കാറ്റ്. അത്രയും നടന്നപ്പോഴേക്കും അയാൾ കിതച്ചു തുടങ്ങി. തൊട്ടടുത്ത് കണ്ട പുതിയൊരു കല്ലറയുടെ ഫലകത്തിൽ ജോൺ ചാരി നിന്നു. വല്ലാത്തൊരു ഇരുൾച്ച പൊതിയുന്നത് പോലെ. എങ്ങോട്ടാണ്? തിരിച്ചു പോണോ? വേണ്ട. പ്രീതിയുടെ തോളിൽ തൂങ്ങിയാണ് അയാൾ ബാക്കി നടന്നത്. ഒടുവിൽ മഞ്ഞയും പച്ചയും ഇലകൾ പൊതിഞ്ഞ ആ കല്ലറയുടെ മുൻപിൽ അവർ എത്തി. പ്രീതിയുടെ കൈ മുറുകെ പിടിച്ച് ഇരു തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ ഫലകത്തിൽ എഴുതിയത് അയാൾ വായിച്ചു. ഗൈഡേ മൊപ്പസൻറ്റ്. മഴ നിലച്ച ആ നേരത്ത് ഭാരങ്ങൾ ഒഴിഞ്ഞ് പുറംപോക്കിലെ കാറ്റുപോലെ അവർ സ്വതന്ത്രരായി. കല്ലറയ്ക്ക് മുകളിലെ ആകാശത്ത് മതിയാവോളം അവർ മുങ്ങാങ്കുഴിയിട്ടു. തിരിച്ചു വരുമ്പോൾ ആ പുസ്തകം അവളെ വിട്ടുപോയിരുന്നു. പിരിഞ്ഞ ശേഷം ഇക്കാലമൊക്കെ കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നവൾക്ക് ബോധ്യമായി. അന്ന് രാത്രി അവൾക്ക് തീരെ വിശപ്പ് തോന്നിയില്ല. ഹനമോൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ ഓൺലൈൻ മീറ്റിങ്ങിലാണ്. ബാൽക്കണിയിൽ അല്പനേരം വെറുതെ നിന്നപ്പോൾ ഒരിക്കൽ നിഷ്കരുണം മറഞ്ഞുപോയ അപരലോകങ്ങൾ തൊട്ടുമുൻപിൽ തെളിഞ്ഞു വരുന്നത് കണ്ട് അവൾ അമ്പരന്നു. അകം ഒരിക്കൽ കൂടി തിളയ്ക്കുന്നത് പോലെ. അറിഞ്ഞതു പറയാനായി മുറിയിലേക്കെത്തിയെങ്കിലും ജോൺ ഉറങ്ങിത്തുടങ്ങിയിരുന്നു. അധികം വൈകാതെ തൊട്ടടുത്ത് നിന്നുള്ള ഉറക്കത്തിൻ്റെ കേറ്റിറക്കങ്ങളുടെ ശബ്ദം കേട്ട് പ്രീതിയും മയക്കത്തിലേക്ക് സാവധാനം താണുപോയി. അപ്രതീക്ഷിതമായി പൊട്ടിവന്ന ഒഴുക്കിൻ്റെ വേഗം അവളെ കോരിയെടുത്ത് വള്ളിപ്പടർപ്പുകളെ തൊട്ടും പാറകളിൽ തല്ലിയും ചുഴികളിൽ പിളർന്നും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വായിലേക്കെത്തിച്ചു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അനേക തട്ടുകളിലൂടെ ചതഞ്ഞും ചിതറിയും വേർപെട്ടും അലറിക്കരഞ്ഞ് അവൾ ഒഴുകി. ഒടുവിൽ താഴെ തടാകത്തിലെ കണ്ണാടി തെളിച്ചത്തിലേക്ക് തവണകളായി വീണു തീർന്നപ്പോൾ ഒരു പറ്റം മീനുകൾ അവളെ തൊട്ടു. ചിതറിപ്പോയതെല്ലാം കൂടിച്ചേർന്നയുടൻ അവൾ കാറി വിളിച്ചു. ശബ്ദം കേട്ട് ജോൺ മുൻപിലെത്തിയപ്പോൾ തനിക്ക് തിരിച്ചു കിട്ടിയതെന്താണെന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതു കേട്ട് അയാൾ കുനിഞ്ഞ് പ്രീതിയുടെ നെറ്റിയുടെ ഇടത്തെ മൂലയിൽ ഒരുമ്മ വെച്ചു. പെട്ടെന്ന് ആരോ കുലുക്കി വിളിച്ച പോലെ അവൾ കണ്ണു തുറന്നു. ചുറ്റും അതേ മങ്ങിയ വെളിച്ചം. പക്ഷേ തൊട്ടടുത്ത് അതുവരെ കേട്ട ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെല്ലാം നിലച്ചിരുന്നു. പ്രസരിക്കുന്ന തണുപ്പ്. ആശങ്കയോടെ അവൾ തൊട്ടടുത്ത കട്ടിലിലേക്ക് നോക്കി. പാരീസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സെമിത്തേരി. മൊപ്പസാങ്ങിൻ്റെ പ്രസിദ്ധമായ ചെറുകഥ. ബുൾഡേസീഫ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രം.